ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബിരിയാണി ഒന്ന് വയലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വല്യമ്മ ബിരിയാണി കൊടുത്തിട്ടുണ്ട്. ആ വല്യമ്മ ബിരിയാണി നമുക്ക് കാണിച്ചു കൊടുത്താനി. മെല്ലടി ചോറ് കൊള്ളേ. അപ്പോൾ അറബിയിൽ കയറ്റിട്ട് കൊടുത്ത പിന്നെ എന്താണ് നല്ല സൂപ്പർ ബിരിയാണി, ബീഫ് ബിരിയാണിയല്ലേ ആണല്ലേ. വല്യമ്മ വളമ്പ് കേട്ടോ, നമുക്ക് ബിരിയാണി കിട്ടിയത് കേട്ടോ. അന്ന് തിന്നോളി, 2 പീസുണ്ട്. ഒരാൾക്കുള്ള വല്യമ്മത്ത തിന്നൊന്നുമില്ല, നമുക്ക് 2 ആൾക്കുള്ള ചോറുണ്ട്. വല്യമ്മത്തിരേ തിന്നുള്ളൂ, ബാക്കി ഞാൻ അത് കറവപ്പട്ടയാണ്. അപ്പോൾ മക്കളെ ചായ ഉണ്ടാക്കുകയാണ് സുലൈമാനി. ബിരിയാണിക്ക് ചായ വേണം വല്യമ്മക്ക്. വല്യമ്മ ചായ ഇതാക്കൂല. അപ്പോൾ നമ്മൾ ചായ ഉണ്ടാക്കാൻ വേണ്ടി പുറപ്പെടുകയാണ് കേട്ടാ. രാത്രി 10:30 ആയിക്കണം, എന്നിട്ടും ചായ മുപ്പത്തേക്ക് വേണ്ടത്. ഉറക്കടിഞ്ചിയും ഈ രാത്രി ഒന്നും ചായ കുടിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ കേൾക്കണ്ടേ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊടുത്തല്ലേ പറ്റൂ. അപ്പോഴെല്ലാം സുലൈമാനി ഉണ്ടാക്കി കൊടുക്കുക, അധികം കടിപ്പൊന്നുമില്ലാതെ. രേസം പൊടിയിട്ടിട്ട് ഒരു മിഞ്ചിൽ കട്ടൻ ചായ എന്ന പേരിന് കട്ടൻ ചായ ഉണ്ടാക്കി കൊടുക്കണം. അപ്പം എന്തൊക്കെയാണ് മക്കളെ വേറെ വിശേഷം? 10-10:30 കഴിക്കണം. വയറൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാനൊന്ന് ഉറക്കറങ്ങി പെലച്ചക്കീച്ച വായി ഇങ്ങനെ വന്നിരിക്കുകയാണ്. കൊണ്ടുകൊണ്ടത് ആര് നമ്മൾ വളമ്പനക്ക് നിങ്ങൾക്ക് വേണ്ടേ? അല്ല ചോറ് അല്ല ഇതേ അടിപൊളി ചോറാണ്. കോഴി പൊരിച്ച ബാക്കി പൊളിയാണ്. വല്യമ്മ തിന്നണു, വല്യമ്മ കാപ്പി കുടിക്കുന്നു. സുന്ദരി വല്യമ്മ കൊടുന്നതാണ്. അപ്പോൾ നമ്മളെ പള്ളി ഉദ്ഘാടനം വയലുണ്ടായിരുന്നു. 2 അറബികളൊക്കെ വന്നിരുന്നു. പക്ഷേ ഞാനാകെ ടയേർഡായിട്ട് അന്ന് രാവിലെ വന്നത്. അപ്പോൾ പിന്നെ ഞാൻ പോയില്ല, ഉറങ്ങി. കല്യാണത്തിന് പോയി ഒക്കെ വന്നിട്ട് ഇന്നലെ 10:30 ആ സമയത്ത് തന്നെ ഇപ്പോൾ ഇന്നലെ വയലിൽ കേട്ട് വന്നത് വല്യമ്മ. അപ്പോൾ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, പൊറാട്ട ഉണ്ടായിരുന്നു. പൊറാട്ട വല്യമ്മക്ക് തെച്ചു. ഇത് വല്യമ്മ അവിടുന്ന് കൊടുന്ന വയലിൽ പള്ളി ഉദ്ഘാടനത്തിന് കൊടുന്ന ചോറ് കഴിച്ചോക്കാലോ. അടിപൊളിയാണ്. ഹായ് ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് ഒരു കാര്യങ്ങൾ കാണിച്ചു തരാം. നമ്മൾ ഇന്നലെ സാധനങ്ങൾ വെച്ച ചാംജൂമെന്ന് കേട്ടോ. മഞ്ഞ ക്യാപ്സിക്കം ഇതൊക്കെ കവറിൽ സൂപ്പർ ആവാസ് മാളിൽ കുറഞ്ഞ വില കേട്ടോ. ഒക്കെ നല്ല ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും അവിടേക്ക് പോയിക്കോളി. ആവാസ് മാൾ ഇതാ റെഡ് കളറുള്ള ക്യാപ്സിക്കൻ. പച്ച വാങ്ങിയിട്ടില്ല. ഇത് രണ്ടും എനിക്ക് ഇഷ്ടമായത് കേട്ടോ. പച്ച എപ്പോഴും നമ്മൾ കഴിക്കാറുണ്ടല്ലോ. അപ്പോൾ റെഡ് കളറും യെല്ലോ കളറും ക്യാപ്സിക്കൻ കേട്ടോ. അടിപൊളി മനോഹരമായ ക്യാപ്സിക്കൻ അല്ലേ. പിന്നെ നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ. ഇത് എല്ലാം നമ്മളെ ചുവന്നാണ്, റെഡ് കളർ തന്നെയാണ് ഉള്ളിൽ വരുന്നത് കേട്ടോ. അപ്പോൾ അതും പിന്നെ ഈ ബിസ്ക്കറ്റ് ഞാൻ ലൈവിൽ ഇങ്ങനത്തെ കഴിച്ചിരുന്നില്ല. ഈ ബിസ്ക്കറ്റ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ലൈസിൻ്റെ ഒക്കെ ഒരു മാതിരിയാണ്, ഭയങ്കര ടേസ്റ്റ്. അത് 3 മേടിച്ചു, 4 മേടിച്ചിരുന്നു. 10 രൂപ മാത്രമുള്ള കേട്ടോ. ഇന്നത്തെ പർച്ചേസിലാണ്. ഇത് നമ്മൾ ഇതിൻ്റെ എന്താണ് റംബുട്ടാൻ്റെ ബ്രദറാണ്, കുഞ്ഞി ബ്രദർ.
ഇത് മുള്ളില്ലാത്ത സൈസാണ്. റംബുട്ടാൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ. നല്ല മധുരം തന്നെ വരുന്നത് കേട്ടോ. ഇതും വാങ്ങി. ഇതിൻ്റെ പേരെന്താ എനിക്കറിയില്ല. റംബുട്ടാനെ വായതിന് മുള്ളില്ലാന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാൻ കാണിച്ചുതരാം. ഇതാ റംബുട്ടാൻ്റെ ആ വൈറ്റ് കാര്യങ്ങൾ പോഷകം, ആ പോഷകം തന്നെയാണ് ഞാൻ കാണുന്നത്. ഇതൊരു എന്താണ് മറ്റേ അതില്ലേ ഇതുണ്ടാവില്ല നമ്മളെ പിന്നെ നൊങ്കിൻ്റെ മാതിരില്ലേ, തന്നെ ഇതേ സ്റ്റൈൽ തന്നെയാണ്. കുറച്ചും കൂടെ നീളുണ്ടെന്നുള്ളൂ. ഇത് ഉരുണ്ടിട്ടുള്ള ഇത് ബോൾസ് പോലത്തെയാണ് കേട്ടോ. ഇത് മറ്റേത് നമ്മളെ പിന്നെ റംബുട്ടാൻ കുറച്ച് നീളത്തിലല്ലേ, ഇത് ഉരുണ്ടിട്ടുള്ളതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ടേസ്റ്റൊക്കെ സെയിമാണ് കേട്ടോ. റംബുട്ടാൻ്റെ സ്റ്റേഷൻ നിൽക്കും. അതിനേക്കായും കടുത്തൽ തേനും മധുരമാണ് ഈ സാധനം. നല്ല ഫ്രൂട്ടാണ്. വാവാസ്മാളിലൊക്കെ തന്നെ ഉള്ളത്. അധികം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. കൂടുതലായിട്ട് അവിടെ അല്ല സദാതിയിലൊന്നും ഇപ്പോൾ അങ്ങനെ കാണലില്ല. അടിപൊളി. പിന്നെ ബ്ലൂബെറി ഉണ്ട് അവിടെ, മുളപ്പിച്ച പയറുണ്ട്. അടിപൊളിയാണ്, ഇഷ്ടമായി. വരണ്ണ തിന്നിട്ടാണ് ബാക്കിയാണ് കേട്ടോ. ഇത് നമ്മളെ ബജി മുളക്. ഇനിയിപ്പം ബജിയൊക്കെ ഉണ്ടാക്കാനായില്ലേ. അടുത്ത മാസം നോമ്പല്ലേ, 2-ാം തീയതി നോമ്പേക്കാണ്. വില കുറവാണ്. പിന്നെ നമ്മൾ കുറച്ച് ഐറ്റംസുകൾ വെച്ചിരിക്കണത് ബിസ്ക്കറ്റാണ് കേട്ടോ. ഈ ബിസ്ക്കറ്റൊക്കെയാണ് മിൽമ, ഇതാ പേര് ബിസ്ക്കറ്റ്. ഇതൊക്കെ അടിപൊളി ബിസ്ക്കറ്റാണ്. 50 ഗ്രാമാണെന്ന് തോന്നുന്നു. അടിപൊളിയാണ് ഇങ്ങനത്തെ ബിസ്ക്കറ്റ്. പിന്നെ എന്താ ഇപ്പോൾ ഒരു പരസ്യം ഇപ്പം എന്താ ഇതിലത്, ഇതിപ്പോൾ അതിലുണ്ടായിരുന്നതാണ്. മലപ്പുറം ജാം ജൂമ്. ഇതാ സാദിഖലി ശിഹാബ് തങ്ങളതാണല്ലോ പരസ്യത. ഒരു പരസ്യം വെച്ചിട്ടുണ്ടായില്ല കേട്ടോ. പിന്നെ അങ്ങനത്തെ ബിസ്ക്കറ്റൊക്കെ മേടിച്ചിരിക്കണേ. നല്ല അടിപൊളി ബ്രാൻഡ്, വലിയ അതിൽ കോൾഡ് ഇതാണ് കേട്ടോ. നല്ല ആറാട്ട്, അധികം മധുരമില്ലാത്ത ബിസ്ക്കറ്റാണ് എനിക്കിഷ്ടം. നല്ല ക്വാണ്ടിറ്റി ഉള്ള ബിസ്ക്കറ്റ് ഞാൻ മേടിക്കുള്ളൂ കേട്ടോ. അല്ലാതെ ലോക്കലൊന്നും ഞാൻ വാങ്ങുന്നില്ല. അടിപൊളി ബിസ്ക്കറ്റുകളൊക്കെ കഴിക്കുള്ളൂ. അതാണ് സെലു കിച്ചൻ്റെ ഒരു രീതി, അതിൻ്റെ പേര്. ഇപ്പോൾ എത്ര ഐറ്റംസുകളാണ് നമ്മൾ ഇന്നലെ പർച്ചേസ് ചെയ്തത്. വീട്ടാവശ്യത്തിന് നമ്മൾ ജോലി എടുത്താൽ, നമ്മളെന്തെങ്കിലും ചെറിയ വീഡിയോസൊക്കെ ചെയ്താൽ നമുക്ക് അതിൽ നിന്ന് പൈസ കിട്ടിയിട്ടാണ് നമ്മൾ ഈ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും നോക്കണം. അതാണ് നമ്മൾ പേയ്മെൻറ്റ് വാങ്ങാതെ നമ്മൾ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? ഈ സാധനങ്ങളൊക്കെ എല്ലാ ഉത്തരവാദിത്തം എൻ്റെ തലയിലാണ്. ഈ കൊച്ചു പ്രായത്തിൽ എല്ലാ ഉത്തരവാദിത്തം നേറ്റ് ഇതൊക്കെ എൻ്റെ ഹസ്ബൻഡ് നോക്കിയിരുന്നതാണ് കല്യാണം കഴിഞ്ഞതിൻ്റെ മുതൽ കേട്ടോ. അല്ലാത്തപ്പൊക്കെ വല്യമ്മക്ക് പണിക്കൊന്നും പോകാൻ കഴിയാത്തൊരു സിറ്റുവേഷനിലാണ്. അപ്പം എന്നാലും ഒരു വളാഞ്ചേരിത്തെ പ്രമോഷൻ ഇല്ലെങ്കിൽ എന്താ പ്രമോഷൻ പോലെ വേണ്ടാന്ന് വെച്ച്. അപ്പോൾ പടച്ചോന് വേറൊരു വെച്ച് കാണിച്ചു തന്നു. അത് വിചാരിച്ചാൽ മതി. ഒരു വാതിലേ അടയുമ്പോഴേ മറ്റേ വാതിൽ തുറക്കുമെന്ന് ഞാൻ ആ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, അതാണ് ഇപ്പം തുറന്നത്. അങ്ങനെ ഓരോ വഴി തുറക്കും. സെലു കിച്ചന് വെറുതെ ആരും വെട്ടിയാക്കാൻ നോക്കണ്ട. അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് നമ്മളെ ഉത്തരവാദിത്വമാണ്. ഇപ്പോൾ ഒരു റേഷൻ പിടിത്ത അരി കൊണ്ട് മാത്രം ഒരു കുടുംബം മുന്നോട്ട് പോകില്ല എന്ന് നിങ്ങൾക്കറിയാം. അതിക്ക് വെറും ചോറിനുള്ള അരി മാത്രം ഉണ്ടായാൽ പോരല്ലോ. അതിക്കുള്ള സാമഗ്രി ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങണം. അപ്പം അന്നേരത്തെ സാധനങ്ങളാണത്. ഇതിനൊക്കെ പാടെ എത്ര റേറ്റ് എന്ന് നിങ്ങൾക്ക് അറിയോ? ഇതിപ്പോൾ എന്താ ഇപ്പോൾ കാണാത്രേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ റേറ്റ് കേട്ടാൽ നിങ്ങൾ അകന്നെട്ടിപ്പോവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പൈസ 500 കൊണ്ടൊന്നും ഒരു പീഡിയക്കോളിൽ മേടിക്കാനൊന്നുമില്ല.
നേരെ മറിച്ച് 2000 3000 വാങ്ങണം നല്ല സാധനങ്ങൾ കിട്ടണമെങ്കിൽ. അത് ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പിശുക്ക് കാണിക്കുന്നല്ലാതെ ഓലിക്ക് കാര്യം കിട്ടാനാണ്. അപ്പോൾ ഇല്ലാത്തവർ കട ഇടൂലല്ലോ. അപ്പോൾ ഉണ്ടായിട്ടല്ലേ കട ഇടുന്നത്. അതവർ മനസ്സിലാക്കില്ല. അവർക്ക് പിന്നെ ഫ്രീ ആയി ചെയ്തു കൊടുക്കണം മറ്റുള്ളവർക്ക്. പക്ഷെ അവർ ഉയരത്തിലെത്തുകയാണ് നമ്മൾ കാരനാണ്. അതവർ ചിന്തിക്കണില്ല. ഒരു നക്കാപ്പിച്ച് തന്നുകൊണ്ട് നമുക്കാവില്ല. അതുകൊണ്ടല്ല അപ്പോൾ അവർക്ക് ഉദ്ഘാടനം ചെയ്ത് കൊടുത്തിട്ട് പൈസ കിട്ടി. നമുക്ക് അധികം പൈസ തരണവർ 10,000 15,000 ഒക്കെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സാധനങ്ങളാണ്. പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ പേയ്മെൻറ്റ് അത്രയ്ക്ക് തുക ഉണ്ടാവും ഒരു യൂട്യൂബർക്ക് ഉണ്ടാവും കാര്യം. എനിക്കറിയില്ല. നമുക്ക് അത്രയൊന്നും നമ്മൾ കിട്ടലുമില്ല ഇതാക്കലില്ല. നമുക്ക് കിട്ടുന്നത് അതിൻ്റെ ഇതിൻ്റെ പകുതി നമ്മൾ മേടിക്കണുള്ളൂ. നമ്മളൊക്കെ ഒരു സാധാരണക്കാരിൽ മേടിക്കുള്ളൂ. കൂടുതലായിട്ട് നമ്മൾ പറയാറില്ല. അവരെ ഇഷ്ടമാണ് നമുക്ക് തരുന്നത്. നമ്മൾ ഒരു സന്തോഷമാണ് നമുക്ക്. അപ്പോൾ പേയ്മെൻറ്റ് കാര്യങ്ങൾ നമ്മളാരും വെളിപ്പെടുത്താനും പറ്റില്ല. പക്ഷേ അവരുടെ ഇഷ്ടങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണം? അവർ കണ്ടറിയണം നമ്മളെ. അതാണ് അവർ ചെയ്യേണ്ടത്. ഒരു കുടുംബം എങ്ങനെ നോക്കി നടത്തണ വലിയ പാടാണ്. ഒരു ഗ്രഹനാഥനാണ് അതിനെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. എത്രങ്ങാനും പൈസ കിട്ടിച്ചിട്ടാ. ഇത് ഞമ്മക്കാണെങ്കിലോ ഒരു നക്കാപ്പീസ് തന്നിട്ട് അവർ കഴിച്ചിലാവും. പക്ഷേ അതൊന്നും ഒരിക്കലും പാടുള്ളതല്ല. അവർക്ക് മുന്നോട്ടുള്ള വെച്ചടി പച്ച അവർ വെച്ചടി കയറ്റം നമ്മൾ ഔദാര്യം കൊണ്ടാണ് പരസ്യം ചെയ്തത് കൊണ്ടേ കാര്യം. അത് അവർ മനസ്സിലാക്കില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ തന്നിട്ട് സഹായിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കും സന്തോഷം, ഓർക്കും സന്തോഷം. പിന്നെ മുന്നോട്ടുള്ള ജീവിതം പടച്ചവൻ്റെ കയ്യിലാണ്. പിന്നെ അതൊന്നും അവർ ചിന്തിക്കാതെയാണ് പെരുമാറുന്നത്. ഒക്കെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കണമെന്ന്. ആർക്കും ഫ്രീ ആയിട്ട് ഇവിടെ പേയ്മെൻറ്റ് വാങ്ങാതെ ചെയ്ത് കൊടുക്കൂല. എന്ന് വെച്ചാൽ അത്രക്കും നമ്മൾ ബുദ്ധിമുട്ടിയിട്ടാണ് ഓരോ ചുവടും വെക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ ഒരു വാതിലടയുമ്പോൾ 10 വാതിൽ തുറക്കും. നമ്മളാരും പരാജയപ്പെടില്ല. ഒരാളെ വിളിച്ചിട്ടില്ലെങ്കിൽ വേറുള്ളവരെ വിളിക്കും. അതാണ് അള്ളയാണ് എൻ്റെ കൂടെ ഉള്ളത്. മുയത്തി ചെയ്യും. അവരൊക്കെ നമ്മളെ കൂടെ ഒളിച്ചു കിടക്കുന്ന മനുഷ്യന്മാരാണ്. അള്ളാനെ പേടിച്ച് മടുക്കണമാർക്ക് ഒരിക്കലും ഒരാളെ കള്ളം പറഞ്ഞ് പറ്റിക്കാനോ പരിഹസിക്കാനോ നമ്മളില്ല. നമ്മളങ്ങോട്ട് പരിഹസിക്കുകയാണ്. ലൈവായോട്ടെ എന്തായാലും എന്തൊക്കെയാണ് വിളിക്കുന്നത്. നല്ല കമൻറ്റിൽ ആനക്കുട്ടി, സെലീന ആനക്കുട്ടി അറിയണോലെ തന്നെയാണ് നമ്മളെ ഇങ്ങനെ കളിയാക്കണ പരിഹസിക്കണമൊക്കെ ഉണ്ട്. ഒരു യൂട്യൂബർമാർ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ കേട്ടാൽ നിങ്ങൾ ഇതാവും. പക്ഷേ അതൊക്കെ നമ്മൾ സഹിച്ച് പിന്നെ അവസാനം ലൈവിൽ നിന്ന് പോകേണ്ടി വന്നെനിക്ക്. അത് അറിയണ നമ്മളെ പറ്റിക്ക സെലീന ആനക്കുട്ടി എന്ന് വിളിച്ചണമെങ്കിൽ നമുക്ക് അത്രക്കും പിന്നെ കുശുമ്പ് അഹങ്കാരം കാട്ടുന്നവരാണ്. എന്തൊക്കെയാണ് അവർ പറയുന്നതെന്ന് ഒരു പിടിയില്ല. ഒരു യൂട്യൂബർ സെലിബ്രിറ്റിയെ അപമാനിച്ചാൽ എന്താണ് അവരെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും. പക്ഷേ എല്ലാവർക്കും കൊണ്ട് ഈ അനുഭവം ഉണ്ടാവുന്നുണ്ട്. എല്ലാവരും സൈക്കിളിന് പരിധിയുണ്ട് ഇതൊക്കെ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ, സീ യു. അസ്സലാമു അലൈക്കും.